التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. നമ്മൾ വിശദീകരിച്ചു വരുന്നത് വ അമ്മൽ ഫിഅലു ഫസലാസത്തു അഖ്സാമിൻ എന്നുള്ളതിൽ മാദി പറഞ്ഞു, അതേപോലെ തന്നെ അമ്രു പറഞ്ഞു, അതിൻ്റെ അഹ്വാലുകൾ അവസ്ഥകൾ പറഞ്ഞു, പിന്നെ ചില കലിമത്തുകളിലുള്ള ഖിലാഫിനെ കുറിച്ചും പറഞ്ഞു. ഇനി ആ ഫിഅലിലെ മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. വൽ ഖിസ്മു സാലിസു, മൂന്നാമത്തെ ഖിസ്മു വിഭാഗമാകുന്നത് ഫിഅലുൻ മുദാരിഅൻ, മുദാരിആയ ഫിഅലാകുന്നു. മുദാരിആയ ഫിഅൽ, മുദാരിഅ എന്ന് പറഞ്ഞാൽ തന്നെ ദാറഅ എന്ന് പറഞ്ഞാൽ ഷാബഹൻ്റെ മാനാണല്ലോ, അഥവാ സാദൃശ്യമുള്ളത്, ഇസ്മിനോട് സാദൃശ്യമുണ്ട്. അതുകൊണ്ട് മൂപ്പർക്ക് മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇഅറാബ് മുഅറബായത്. മുദാരിഅ മുഅറബാണ് എന്ന വിഷയത്തിൽ കൂഫക്കാർക്കും ബസറക്കാർക്കും ഖിലാഫില്ല. ഇമാം അബുൽ ബറക്കാത്ത് അൽ അംബാരി റഹ്മഹുല്ലാഹ് ഹിജ്റ 577 മരണപ്പെട്ടു പോയ ഇമാമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അൽ ഇൻസാഫിൽ പറയുന്നുണ്ട്, അജ്മഅൽ കൂഫിയൂന വൽ ബസരിയൂന, കൂഫക്കാരും ബസറക്കാരും ഇജ്മാ ആയിട്ടുണ്ട് അല അന്നൽ അഫ്ആലൽ മുദാരിഅത മുഅറബത്തുൻ, മുദാരിആയ ഫീൽ, തീർച്ചയായും മുദാരിആയ ഫീലുകളൊക്കെ മുഅറബാണ് എന്നുള്ളതിൽ കൂഫക്കാർക്കും ബസറക്കാർക്കും ഇജ്മാ ഉണ്ട്. പിന്നെ വഖ്തലഫു ഫി അല്ലത്തി ഇഅറാബിഹ, പിന്നെ അവർ ഖിലാഫായതെവിടെ? ആ മുദാരിആയ അഫ്ആലുകളുടെ മുഅറബിൻ്റെ കാരണം ഇല്ലത്തെന്താണ് എന്നതിൽ അവർ ഖിലാഫായിട്ടുണ്ട്. കൂഫക്കാർ പറയുന്നത് ഫിഅൽ മുദാരിഅ മുഅറബാനുള്ള കാരണം കൂഫക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള മാനകൾ ഉൾക്കൊള്ളുന്നുണ്ട്, പ്രവേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൊവീലായ വഖത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. മുദാരിയായ ഫീല് മുറബാനുള്ള കാരണം അവർ പറയുന്നത് തൊവീലായ വഖത്ത്, മുസ്തഖ്ബിൽ അതുപോലെ തൊവീലായ വഖത്താണല്ലോ. അപ്പോൾ തൊവീലായ വഖത്തിനെയും അതേപോലെ തന്നെ വ്യത്യസ്തമായ മാനകളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പം ഹാലിനെയും മുസ്തഖ്ബിലിനെ ഉൾക്കൊള്ളുമല്ലോ, ആ നിലക്കാണ് പറഞ്ഞത്. അതാണ് ഓല് കാരണം പറഞ്ഞത്. നേരെ മറിച്ച് ബസ്രക്കാർ പോയത് 3 നിലക്കാ. ഇസ്മിനോടുള്ള മുഷാബഹത്തിൻ്റെ 3 വജ്ഹുകൾ ബസ്രക്കാർ പറയുന്നത്. അതിലൊന്ന് ഈ മുദാരിആയ ഫീൽ എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ട്? മുദാരിആയ ഫീല് ഇഷ്തിറാക്കും ഉണ്ട്, അതുപോലെ തന്നെ തഅയീനും ഉണ്ട്. എന്താ ഇഷ്തിറാക്കും തഅയീനും? ഇപ്പം നമ്മൾ യഫ്അലു എന്നൊരു മുദാരിഅ എടുത്താൽ അതിൽ ഇസ്തിറാക്ക് ഉണ്ട്. എന്താ ഇസ്തിറാക്ക്? ഹാലിൻ്റെ മാനയും ഉൾക്കൊള്ളുന്നുണ്ട്, അത് മുസ്തഖ്ബിലിൻ്റെ മാനയും ഉൾക്കൊള്ളുന്നുണ്ട്. പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കും, അപ്പോൾ അത് ഇസ്തിറാക്കായി. രണ്ടിൻ്റെ മാനയും രണ്ടാളും അതിന് ഉൾക്കൊള്ളുന്നുണ്ട്, അതുകൊണ്ടാണ് ഇസ്തിറാക്ക് എന്ന് പറഞ്ഞത്. തഅയീൻ എന്ന് പറഞ്ഞാലോ അതെന്താ? അതിൽ ആ മുദാരിൻ്റെ മുന്നിൽ സൗഫ സീനൊക്കെ ആയിട്ട് വെച്ച് കൊടുത്ത് നിൽക്കുക. അപ്പോൾ സൗഫ യഫ്അലു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തഅയീനായി, ഇസ്തിറാക്ക് പോയി. കാരണം പിന്നെ ഹാല ഔട്ടായി, പിന്നെ മുസ്തഖ്ബിലല്ലേ പറ്റൂ. അതുകൊണ്ടാണ് അപ്പോൾ എന്താ ഇസ്തിറാക്ക് തഅയീൻ വിഷയമുണ്ട്. അത് അപ്പോൾ ഏതിനോട് സാദൃശ്യം വന്നു? ഇസ്മിനോട്. ഇസ്മിനും ഇസ്തിറാക്കും തഅയീനും ഉണ്ടല്ലോ. എന്താ ഇസ്മിനുള്ള ഇസ്തിറാക്കും തഅയീനും? റജുലുൻ എന്ന നെക്കറെടുത്താൽ അത് ഇസ്തിറാക്കാ. അതിൽ ബാലിഗായിട്ടുള്ള ഓരോ പുരുഷനും മുഹമ്മദ്, അഹമ്മദ്, അതേപോലെ തന്നെ ഓരോ അങ്ങനെ ആളുകളെല്ലാവരും, മുനീർ, ലത്തീഫ്, എല്ലാവരും അതിൽപ്പെട്ടല്ലോ. അപ്പോൾ അതെന്തെന്ത് ഇസ്തിറാക്ക് ഉണ്ടായാലും. നേരെ മറിച്ച് അലിഫ്ലാമ് കൊടുത്ത് അർറജുലു എന്ന് പറഞ്ഞാൽ പിന്നെ തഅയീനായി. എല്ലാ അഹമ്മദും ബോക്കരും എല്ലോനും കണ്ടോനും പെടൂല, അപ്പോൾ അവിടെ തഅയീൻ വന്നു. അപ്പോൾ അതേപോലെ ഫീലിലും ഉണ്ട്. അപ്പോൾ ആ വിഷയത്തിലൊരു എന്താ മുഷാബഹത്ത് ഉണ്ടായില്ലേ, ഒരു വജ്ഹ് അത്. രണ്ടാമത്തെ വജ്ഹ് അവർ പറയുന്നത് ഇബ്തിദാഇൻ്റെ ലാമ് ഫിഅൽ മുദാരിൻ്റെ മുമ്പിൽ വരും എന്നുള്ളതാണ്. ഇതുപോലെ ഇന്ന സെയ്ദൻ, തീർച്ചയായും സെയ്ദാകുന്നത് ലയഖൂമു, അണ്ട ഇബ്തിദാഇൻ്റെ ലാമ് മുദാരിൻ്റെ മുമ്പിൽ വരും. അതേപോലെ ഇസ്മിലും വരുന്നത് പോലെ ഇസ്മിലും വരൂല, ഇന്ന സെയ്ദൻ ലഖായിമുൻ എന്ന് വരും. അണ്ട അപ്പോൾ ഇസ്മിനോട് ഉപ്പർക്കൊരു പങ്ക് ഇവിടെ ഉണ്ടായി. നേരെ മറിച്ചോ മാദിയിലും അമ്രിലും പ്രവേശിക്കൂല. മാദിയിലും അതേപോലെ തന്നെ അമ്രിലും പ്രവേശിക്കൂലല്ലോ. ഏത് ഇബ്തിദാഇൻ്റെ ലാമ് ഏത് മാദി എന്ന് പറഞ്ഞാൽ മുത്തസരിഫായ ജാമിദ് പ്രവേശിക്കും. അസ പോലത്തെ ഇന്ന സെയ്ദൻ അസ യഖൂമ എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ഖദ് വന്നാലൊക്കെ പറ്റും. അതല്ലാതെ നേരിട്ട് പ്രവേശിക്കില്ലല്ലോ. ഇബ്നു മാലിക് റഹ്മഹുല്ലാഹ് പറഞ്ഞില്ലേ,
ولا يلي اللام ما قد نفي ولا من الافعال ما كرضيان റദിയ പോലത്തെ ഫീലുകളിലൊന്നും നഫീലൊന്നും ഇബ്തിദാഇന്റെ ലാമ പ്രവേശിക്കൂല. എന്നാ വഖദ് യലിഹ മാ ഖദ് ഇന്നദാ ലഖദ് സമാ അലൽ ഇദാ മുസ്തഹ്വിദാന. എന്നാ മാദി മുത്തസരിഫായത് തന്നെ ഖദിന്റെ കൂടെ പ്രവേശിക്കും. ലഖദ് ഇബ്നു മാലിക് തന്നെ പറഞ്ഞില്ലേ റഹ്മഹുല്ലാ, ഇന്നദാ ലഖദ് സമാ പറ്റും. അതൊക്കെ അങ്ങനെ വരും. അതല്ലാതെ ജാമിദല്ലാത്ത മുത്തസരിഫായ മാദിൻ്റെ എന്നോട് ഡയറക്റ്റ് ഇബ്തിദാൻ്റെ ലാം എടുക്കൂല. അതേപോലെ അമ്രിനോട് എടുക്കൂല. അത് അപ്പോൾ അവിടെ എന്താ മുദാരിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, മുദാരിയിൽ അടുത്തല്ലോ. അപ്പോൾ ഇസ്മിൽ അടുക്കുന്നത് പോലെ തന്നെ. അതുകൊണ്ട് ആ നിലക്ക് അവർ പറഞ്ഞു. പിന്നെ അവർ പറയുന്ന മൂന്നാമത്തെ വജഹ് എന്ന് പറഞ്ഞാൽ അത് ഈ മുദാരി അതിൻ്റെ ഇസ്മുഫായിലിൻ്റെ മേലെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിൽ? ഹറക്കാത്ത് സക്കനാത്ത് വിഷയത്തിൽ. ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുക, ഹറക്കത്ത് സക്കനാത്ത് നോക്കുമ്പോൾ ഏത് മുദാരിനെ എടുത്താലും അതിൻ്റെ ഇസ്മുഫായിൽ എടുത്താലും ഹറക്കാത്ത് സക്കനാത്ത് സെയിം ആയിരിക്കും. ഇപ്പോൾ യബ്രിബു അതിൻ്റെ ആദ്യം ഹറക്കത്ത് പിന്നെ സുക്കൂൻ, പിന്നെ ഹറക്കത്ത് പിന്നെ ഹറക്കത്ത്, യദ്രിബു. ഇനി എൻ്റെ ഇസ്മുഫായിൽ എടുത്തു നിങ്ങൾ ദാരിബുൻ, കണ്ടോ? ആദ്യ ഹറക്കത്ത് പിന്നെ സുക്കൂൻ പിന്നെ ഹറക്കത്ത് പിന്നെ ഹറക്കത്ത്. അപ്പോൾ ആ വിഷയത്തിൽ സെയിം വന്നില്ലേ? ഇനി ഇസ്തഫ് അല മുസ്തഫ്ഇലുൻ, കണ്ടോ? മുബാരി യസ്തഫ്ഇലു മുബാരിന്ന് യസ്തഫ്ഇലു മുസ്തഫ്ഇലുൻ, കണ്ടോ? യൻഫഇലു മുൻഫഇലുൻ, യഫ്തഇലു മുഫ്തഇലുൻ. കണ്ടോ? ഏത് നിങ്ങൾ എടുത്ത് നോക്കിയാലും മുബാരിയും അതിൻ്റെ ഇസ്മുഫായിൽ എടുത്ത് നോക്കിയാലും ഹറക്കാത്ത് സക്കനാത്തിലും സെയിമാ. അപ്പോൾ ഇങ്ങനത്തെ 3 വജഹാണ് ബസറക്കാർ പറയുന്നത്. അതാണ് അഫ്സഹായിട്ട് പറയാറുള്ളത്. മറ്റേനൊക്കെ മറുപടി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. കൂഫക്കാരന് മറുപടി കൊടുക്കുന്നത് അബുൽ ബറക്കാത്ത് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഇൻസാഫ് തന്നെ കാണാൻ പറ്റും. കൂഫക്കാർ പറഞ്ഞ ഇപ്പം എന്താ? കൂഫക്കാർ അറിയുന്നത് വ്യത്യസ്ത മാന ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ഈ വ്യത്യസ്ത മാന ഉൾക്കൊള്ളുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ അത് ഹറൂഫുകൾ കൊണ്ട് ബാത്തിലാക്കപ്പെടും. അതെന്താ? ഇപ്പോൾ വ്യത്യസ്ത മാന എന്ന് പറഞ്ഞാൽ ഹർഫിലും ഇല്ലേ? ഇപ്പം മിന്നെടുത്താൽ ഈ ബിദ്ദാൻ്റെ മാന, തബീഇൻ്റെ മാന, തബീനിൻ്റെ മാന, സിയാദത്തിൻ്റെ മാന, തൗക്കീദിൻ്റെ മാന, ഇങ്ങനെ ഓരോ ഹർഫുകളും വ്യത്യസ്ത മാന ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത മാനകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഈ ഹറൂഫുകളെ കൊണ്ട് ബാത്തിലാവും. അങ്ങനെ തന്നെ ഹറൂഫുകൾ മൂറബാക്കിയിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. എന്നാൽ വലാ ഖിലാഫ ബൈന നഹ്വീൻ അന്നഹു ലാ യുറബു മിൻഹാ ഷൈഉൻ, ഹർഫിനൊന്നും മൂറബാക്കൂല. ആ വിഷയത്തിൽ നഹ്വികളുടെ ഇടയിൽ എന്താ ഖിലാഫില്ല, മബ്നിയാണ്. അതേപോലെ തന്നെ ഒരു പറഞ്ഞ ഔഖാത്തു ത്വവീല എന്ന് പറഞ്ഞാൽ എന്താ? ത്വവീലായ ഔഖാത്തിനെയും അതിൽ പ്രവേശിക്കുന്നുണ്ടെന്ന് പറയുമ്പം അത് മാദിയായ ഫീല് കൊണ്ട് അതും ബാത്തിലാക്കപ്പെടുന്ന യുബ്തലു ബിൽ ഫീലിൽ മാദീന. കാരണം എന്താ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഫൈനഹു കാന യംബഗി അൻ യകൂന മുഅറബൻ, മാദി മുഅറബ വേണ്ടിയായിരുന്നു. ത്വവീലായ ഒരു വക്തിനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, കാരണം ലിഅന്നഹു അത്വലു മിനൽ മുസ്തഖ്ബിലിനേക്കാളും ഒന്നുകൂടി അത്വലാണ് മാദി. കാരണം എന്താ? ലിഅന്നൽ മുസ്തഖ്ബിലാകുന്നത് യസീറു മാദിയൻ, മുസ്തഖ്ബിൽ മാദിയായി തീരുമല്ലോ. നേരെ മറിച്ച് തിരിച്ചു നടക്കൂലല്ലോ. വൽ മാദി ലാ യസീറു മുസ്തഖ്ബില, മാദി മുസ്തഖ്ബിലായി തീരുമോ? അതില്ലല്ലോ. അപ്പോൾ അതും ആ നിലക്കൊക്കെ പോലെ ഈ 2 വാദത്തിനും കൂഫക്കാരന് മറുപടി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത മാന ഉൾക്കൊള്ളുന്നുണ്ട് എന്ന നിലക്കായിരുന്നെങ്കിൽ ഹർഫ് ആവേണ്ടി, ഹർഫ് വ്യത്യസ്ത മാന ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷെ അത് മബനിയാണ്. അതേപോലെ തന്നെ തൊബീലായ വഖത്തിനെ ആയിരുന്നെങ്കിൽ മൂറബായിരുന്നല്ലോ. മൂറബ് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും മാദി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മാദി മൂറബായി ആകേണ്ടിയിരുന്നു എന്നൊക്കെ നിലക്ക് അവർക്ക് മറുപടി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ അതിൻ്റെ മുമ്പത് സൂചിപ്പിച്ചെന്നുള്ളൂ. നമുക്ക് ഈ മുദാരി ഫീല് മുദാരി വയുറഫു ബില്ലം, ഈ മുദാരിനെ അറിയപ്പെട ബില്ലം, ലമ്മ് കൊണ്ടായി. ഇബ്നു മാലിക് റഹ്മഹുല്ല പറഞ്ഞില്ലേ ഫിഅലും മുദാരി യലി ലം കയശം, ലമ്മിനോട് അടുക്കും അതിൻ്റെ അടയാളം. അപ്പോൾ വയുറഫു ബിൽ ലമ്മ് കൊണ്ട് അറിയപ്പെടും. അതായത് ബിദുഖൂലിഹാ, ഈ ലമ്മ് പ്രവേശിക്കൽ കൊണ്ട്, അലൈഹി ആ മുദാരിൻ്റെ മേൽ പ്രവേശിക്കൽ കൊണ്ട് മുദാരിനെ എന്താക്കും? മനസ്സിലാക്കപ്പെടും. നഹ്വു അതുപോലെ ലം യലിദ് വലം യൂലദ്, യലിദും യൂലദും മുദാരിയാന്ന് മനസ്സിലായി. എങ്ങനെ? ലമ്മും വന്നിട്ടുണ്ട്. അപ്പോൾ വലാ ബുദ്ധ അനിവാര്യമാണ് യകൂന ഇഫ്തിതാഹുഹു, അതിൻ്റെ ആരംഭമാവൽ അനിവാര്യമാണ്. ബി ഹർഫിൻ, ഒരു ഹർഫ് കൊണ്ടാവണം. മിൻ ഹുറൂഫിൽ മുദാറഅത്തിൽ 4 4 മുദാറഅത്തിൻ്റെ
ഹർഫുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഹർഫ് കൊണ്ടായിരിക്കണം അതിൻ്റെ ആരംഭം ആവൽ അതനിവാര്യമാണ്. അല്ലത്തി എങ്ങനത്തെ മുദാറാത്തിൻ്റെ അർഫാ യജ്മാഉഹ അതിനെ ഒരുമിച്ച് കൂട്ടും കൗലുക്ക നിൻ്റെ കൗലിനെ ഐതു എന്ന് ഐതു എന്ന് പറഞ്ഞാൽ ബഅദ ഐ ബഅത്തു ബഅദ അപ്പോൾ ബഅത്തുൻ്റെ മാന. അപ്പോൾ ഏതാ നൂന് ഹംസ യ ത ഈ 4 അക്ഷരങ്ങൾ കൊണ്ടുള്ള ഏതെങ്കിലും ഒന്നുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും മുദാരി. അപ്പോൾ ഫന്നൂൻ ഓരോന്നും എന്തിനാ വരിക എന്നാണ് പറയുന്നത്. ഫന്നൂന് നൂനാകുന്നതിൽ മുത്തക്കല്ലിമിന് വേണ്ടിയാ. അതെപ്പോഴാ ഇതാക്കാന ഉണ്ടാകുമ്പോഴാണ് മഅഹു ആ മുത്തക്കല്ലിമിൻ്റെ കൂടെ ഗൈറുഹു ആ മുത്തക്കല്ലിം അല്ലാത്തവനൂടി ഉണ്ടാണ്ടിയ. ഒരാളായപ്പോൾ രണ്ടാൾ വേണ്ട മുത്തക്കല്ലിമി നൂനാകുമ്പോൾ. അപ്പോൾ ഗൈറുഹു അവൻ്റെ കൂടെ അവൻ അല്ലാത്തവനും വേണം. ഞങ്ങൾ എന്നറിയണമെങ്കിൽ അതിനാ പറഞ്ഞത്, അതിനാ നൂന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതെന്തിനു വരും? അത് മുഅസ്സിമല്ലി നഫ്സിഹി നഫ്സിനെ സ്വന്തം തഅദീം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞില്ലേ. അപ്പോൾ നൂന് വെച്ച് പറയും, പക്ഷേ അവിടെ കുറേ ആൾക്കാരുണ്ട് എന്ന നിലക്കല്ല, ആ തഅദീമിന് വേണ്ടി നഫ്സിനെ തഅദീം ചെയ്യുക എന്ന നിലക്കും വരും. നഹ്വ പോലെ കൗലിക്ക നിൻ്റെ കൗല് പോലെ നഖൂമു എന്ന് പറയുമ്പോൾ മുത്തക്കല്ലിമിങ്ങൾ കുറേ ആൾക്കാരുണ്ടാവും, ഒരാളായ പറ്റൂല. വഖൗലുഹു തആല എന്ന അള്ളാഹ് പിന്നെ ഏതാ അള്ളാഹു സുബ്ഹാനഹു വതആല കൗല് അതേതാ മുഅസ്സിമൻ എന്ന് പറഞ്ഞില്ല. തഅദീമിൻ്റെ ഉദാഹരണം കൊടുക്കുക. ഇന്നാ തീർച്ചയായും നാമാണ് നഹ്നു വനുഹ്യി വനുമീതു. ഇന്നാ നഹ്നു നുഹ്യി വനുമീതു എന്ന് പറയും. ഇന്നാ നഹ്നു നുഹ്യി വനുമീതു എന്നുള്ള ഇടത്തിൽ ഇപ്പോൾ കുറേ ആൾക്കാരില്ല, ആ നിലക്കല്ല, മറിച്ച് ഇവിടെ താസീമിനാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ആ നിലക്കും വരും. ഇനി വൽ ഹംസത്തു ഹംസയാകുന്നത് അത് ആർക്കുള്ളതാ? ഹംസ ആന്നുള്ളത് ലഹു മുത്തക്കല്ലിമൻ. ലഹു എന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിമിന് വേണ്ടിയുള്ളതാണ്. അതെപ്പോഴാ? ഇതാക്കാന വഹ്ദ മൂപ്പര് സ്വന്തമാകുമ്പോൾ, മൂപ്പര് ഒറ്റക്കായിരിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? ഹംസ. അക്കൂമു ഇതുപോലെ നഹവു അക്കൂമു ഞാൻ നിൽക്കുന്നു, ഒരാൾ മുത്തക്കല്ലിമ്. ഇനി വല്യാ യാ ആകുന്നതിൽ ഗായിബിൽ മുസക്കർ ഗായിബിന് വേണ്ടി മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ മുഫ്രദായാലും ശരി തസ്നിയായാലും ശരി ജം ആയാലും ശരി. അപ്പോൾ ഏതാ പേര്? യഫ്അലു യഫ്അലാനി യഫ്അലൂന. കണ്ടോ? പിന്നെ ആർക്കാ വരിക? വൽ ഗായിബാത്തി കുറേ പെണ്ണുങ്ങൾക്കാണ്, ഗായിബാത്തുകൾക്കാണ്. അതേതാ? അപ്പോൾ യഫ്അലു യഫ്അലാനി യഫ്അലൂന അത് ഗായിബ് മുസക്കർ മുത്തലക്കയില്ലേ. പിന്നെ അടുത്തത് തഫ്അലു പെടൂല, തഫ്അലാനി പെടൂല. പിന്നെ പറയുന്ന ഗായിബാത്ത് യഫ്അൽന. കണ്ടോ? അതാണ് ഗായിബാത്ത്. വൽ ഗായിബാത്തി എന്ന് പറഞ്ഞത്. നഹ്വ ഇതുപോലെ സെയ്ദുൻ യഖൂമു പോലെ യഖൂമു. കണ്ടോ? അത് ഗായിബ് മുദക്കറാണ്. വസ്സൈദാനി തസ്നിയ രണ്ടാൾക്ക് വേണ്ടിയിട്ടാണ്. വസ്സൈദാനി യഖൂമാനി. ഇനി കുറേ ഉള്ളതിന് ഉദാഹരണം പറയാം. വസ്സൈദൂന യഖൂമൂന ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതിന് ഗായിബ് മുദക്കർ മുത്തലക്ക് പറഞ്ഞതിന്. ഇനി ഗായിബാത്തിൻ്റെ ഉദാഹരണം കൊടുക്കുക. വൽ ഹിന്ദാത്തു യഖുംന. കണ്ടോ? യാ കൊണ്ടാണ്, അല്ലാതെ തെക്കുംന അല്ല. തെക്കുംന വരെ എവിടെ? അത് പിന്നെ ഹാദിറില, ഗായിബിലല്ല. ഇനി ആകുന്നതിൽ മുഖാത്തബിന് വേണ്ടിയാണ് മുത്തലക്കാൻ നിലക്ക്. അതാരൊക്കെ പെട്ടപ്പോൾ തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന അത്രയും പെട്ടു. അവിടെ ഉദാഹരണം പറയുന്നുണ്ട്. പിന്നെ വൽ ഗായിബത്ത് അവൾ ഒരു പെണ്ണിന് വേണ്ടി. വൽ ഗായിബത്തേനി അവൾ 2 പെണ്ണുങ്ങൾക്ക് വേണ്ടി. അവർ 2 പെണ്ണുങ്ങൾ. അതേതാ? യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി അതാ പറഞ്ഞത്. നഹ്വ ഇതുപോലെ അൻത തഖൂമു ഓരോന്ന് ഉദാഹരണം പറയാം. വ അൻതുമാ തഖൂമാനി എല്ലാവർക്കും പിന്നെ അറിയുന്ന കാര്യം തന്നെ. താൽ മുഖാത്തബി മുത്തലക്ക് എന്ന് പറഞ്ഞ ഉദാഹരണം പറയാണ്. അൻത തഖൂമു 1, വ അൻതുമാ തഖൂമാനി 2, വ അൻതും തഖൂമുന നിങ്ങൾ കുറേ പുരുഷന്മാർക്കായി. വ അൻതും തഖൂമുന നിങ്ങൾ നിൽക്കുന്നു, പുരുഷന്മാർ കുറേ. ഇനി പെണ്ണ് നീ 1. വ അൻതി തഖൂമീന. ഉണ്ടോ? വ അൻതുമാ തഖൂമാനി വ അൻതുന്ന തഖുംന അതാണ് മുഖാത്തബ് മുത്തലക്ക് എന്ന് പറഞ്ഞത്. ഇനി ഗായിബത്തിൻ്റെ ഉദാഹരണമാണ് പറയും, നോക്കിക്കോളി. വ ഹിന്ദുൻ ഹിന്ദുൻ രണ്ടും പറ്റും. മുൻസരിഫാക്കാൻ അഫ്സഹ എന്നൊക്കെ ചില ശരികൾ പറഞ്ഞിട്ടുണ്ട്. വ ഹിന്ദു തഖൂമു. ഉണ്ടോ? ഗായിബത്തിന്. വൽ ഹിന്ദാനി തഖൂമാനി. ഗായിബത്തൈനി എന്ന് അറിയില്ല അവിടെ. വലിൽ ഗായിബത്തൈനി 2 അതിന് ഉദാഹരണം കൊടുത്ത്. ഇനി വ ഹുക്കുമുൽ മുദാരിഇ മുദാരിൻ്റെ ഹുക്കുമാകുന്നത് ബിഅ്തിബാരി അവ്വലിഹി അതിൻ്റെ ആദ്യത്തെ പരിഗണിച്ചുകൊണ്ട് മുദാരിൻ്റെ ഹുക്കുമാകുന്നത് അന്നഹു തീർച്ചയായും മുദാരി താറത്തൻ ചിലപ്പോൾ യുദമ്മു അവ്വലുഹു ആ മുദാരിൻ്റെ ആദ്യത്തിന് ദമ്മ ചെയ്യപ്പെടും. അതെപ്പോഴാണ്? വദാലിക അത് ഈ ദമ്മ ചെയ്യപ്പെടുക എന്നാണ്. അതെപ്പോഴാണ്? ഇൻകാന മാദിഹി ആ മുദാരിൻ്റെ മാദി ആയിരിക്കുമ്പോഴാണ്. റുബാഇയ്യൻ റുബാഇ ആവണം.
റുബായി ആവുക എന്ന് പറഞ്ഞാൽ ബി അൻ യകൂന അല അർബഅത്തി അഹ്റുഫിൻ, 4 ഹർഫിൻ്റെ മേൽ അതാവലോട് കൂടെ. അത് സവാഉൻ കാനത്ത് കുല്ലുഹാ ഉസൂലൻ, അത് ഈ 4 എന്ന് പറഞ്ഞതുണ്ടല്ലോ, അത് എന്തായിക്കോട്ടെ, സവാഉൻ കാനത്ത് കുല്ലുഹാ, ആ പറഞ്ഞ 4 മുഴുവനും ഉസൂലൻ, അത് അസിലായിക്കോട്ടെ. അപ്പോൾ റുബായി മുജറദ് ഒരു വസദറ ഫഅലലം ബാബുണ്ടല്ലോ, അതിന് ഉദാഹരണം കൊടുത്തത് അതിൻ്റെ മുദാരി യുദഹ്രിജു, കണ്ട അത് ഫുള്ള് അസില സായിദില്ലേ. ദഹ്റജ യു, അല്ലാണ്ട് ദഹ്റജ യാ എന്ന് പറയൂല, 4 അക്ഷരമുള്ളതാണ് റുബായി മുജറദാണത്. യുദഹ്രിജു പോലെ ഇല്ലി, കാരണം അന്നമാദിഹി, തീർച്ചയായും ഈ യുദഹ്രിജു എന്നുള്ളതിൻ്റെ മാദിയാകുന്നത് ദഹ്റജ എന്നാണ്, 4 അക്ഷരമുള്ളതാണ്. അത് കുല്ലും എല്ലാം ഉസൂലാണ്. ദഹ്റജ സായിദില്ലേ. അതല്ല ഔക്കാന ബഅദുഹാ സായിദ, ഇനി ചിലതുണ്ടല്ലോ, ചിലത് സായിദായിക്കോട്ടെ, ചിലത് അസ്ലായിക്കോട്ടെ, ആ നിലക്ക് അതാ പറഞ്ഞ ഔക്കാന ബഅദുഹാ സായിദ. അനുസരിച്ച് ആ 4 മാദി 4 പറഞ്ഞില്ലേ, അതിൽ ചിലത് സായിദായിക്കോട്ടെ, എന്നാലും പ്രശ്നമല്ല. ഇതുപോലെ ഒക്കെ യുഫരിജു പോലെ, വയുഖാത്തിലു പോലെ, വയുക്രിമു പോലെ. യുഫരിജു ഒരു റാ സായിദാണ്, യുഖാത്തിലു അലിഫ് സായിദാണ്, യുക്രിമു അക്റമ യുക്രിമു ഹംസ സായിദുണ്ട് അവിടെ. ശരിക്കും യു അക്രിമു എന്നതിൻ്റെ അസില്, പിന്നെ അത് കളഞ്ഞതാണ്. മുത്തക്കല്ലിമിലെ സീകയിൽ ആ 2 ഹംസ വരുന്നത് കൊണ്ട് കളഞ്ഞതാണ്. അത് നമ്മൾ സഞ്ചാലൊക്കെ പഠിച്ചതാ. പിന്നെ അതിൻ്റെ മേലേക്ക് വാക്കിലെല്ലാം ഹംല ചെയ്തു. അപ്പോൾ ഇത് ഇവിടെ സായിദിൻ്റെ യുഫരിജു യുഖാത്തിലു യുക്രിമു, അക്റമ യുക്രിമു, ഖാത്തല യുഖാത്തിലു, ഫർറജ യുഫരിജു, വേണ്ട. അപ്പോൾ മാദിയിൽ ഇത് 4 സായിദോട് കൂടി. അങ്ങനെയാലും ശരി, ഈ 4 ഉള്ളു അങ്ങനെ. അപ്പോൾ എപ്പോഴും അതിൻ്റെ മുദാരിക്ക് എന്തായിരിക്കും, ദൊമ്മായിരിക്കും. മുദാരി മാറൂഫിലിട്ടോ, മജ്ഹൂലിൽ പിന്നെ ദൊമ്മ വരുന്ന നമുക്ക് അറിയുന്നതാണ്. ഇവിടെ പതല്ല പറയും, മുദാരി മാറൂഫ് ഇതിൽ മാത്രമുണ്ട് ഈ 4. ഇനി താറത്തൻ ചിലപ്പോൾ യുഫ്തഹു അവലുഹു, അതിൻ്റെ ആദ്യത്തിൽ ഫതഹ് നൽകപ്പെടും, അതാണ് അധികരിച്ചുള്ളത്. വദാലിക്ക, ഇത് ആദ്യത്തിലുള്ള മുദാറത്തിൻ്റെ അർഫിനാട്ടോ. വദാലിക്ക അതെപ്പോഴാ ഫി ഗൈരിഹി, അതല്ലാത്തതിൽ ഐ ഗൈരിൽ മുദാരി അല്ലാത്തതിൽ. എങ്ങനത്തെ മുദാരിയ? അല്ലദീ, എങ്ങനത്തെ മുദാരിയ? മാദിഹി, ആ മുദാരിൻ്റെ മാദിയാകുന്നത് റുബായിയാണ്. അപ്പം മാദി റുബായി ആയിട്ടുള്ള മുദാരി അല്ലാത്തതിൽ എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ പെടുമ്പി അയ്യക്കുന സുലാസിയൻ, അതേത് അപ്പോൾ അതെന്താകലോടുകൂടി, സുലാസിയാകലോടുകൂടി. ഇതുപോലെ കയ്യബ്ദുരിബു, വയദ്ഹബു, വയദ്ഖുലു, ഇതൊക്കെ 3 അക്ഷരമുള്ള മാദിയിൽ. ദറബ, ദഹബ, ദഖല, അപ്പോൾ ഫത്ഹ വരെ മുദാറത്തിൻ്റെ അർഫിന്. അതല്ല അക്സറ മിൻ 4 അഹ്റുഫിൻ, 4 അക്ഷരത്തിൽ അധികരിച്ചായിക്കോട്ടെ, 3 ആളായാലും ശരി, 4 അധികരിച്ചാലും ശരി. 4 അധികരിച്ചതുപോലെയൊക്കെ യന്തലിഖു പോലെ, യന്തലിഖു 4 ആയാലും ശരി, അല്ല 4 അധികരിച്ച 5 ആയാലും ശരി, 6 ആയാലും ശരി, അവിടെ ഒക്കെ എന്താ വരിക? ഫത്ഹ വരും. യന്തലിഖു, യനതലിഖു. അതിൻ്റെ മാദിയിൽ എത്ര ഉണ്ട്? ഈ തലഖ, ഇൻഫാല ബാബാണ് 5 എണ്ണം, കേട്ടോ. അതേപോലെ 6 നോക്കി. ഇസ്തഖ്റജൻ്റെ മുദാരി യസ്തഖ്രിജു, അല്ലാണ്ട് യുനോ യുന്തലിക്കുന്നോ യുസ്തഖ്രിജുന്നോ പറയൂല. വയസ്തഖ്രിജു, അത് ഇസ്തഫ്അലം ബാബിൻ്റെ 3 അക്ഷരം സായിദായതാണ്. ഹംസ, ഈ സിത്ത, ആദ്യത്തെ സീനിത്ത 3 സായിദാണ്. ഇൻതലക്കലതൊക്കെ ഇൻതലഖൽ അലിഫുൻ നൂനും, തലഖ, ഇൻതലഖ അലിഫുൻ നൂനും 2 സായിദാണ്. അപ്പോൾ ഇങ്ങനെ ആയാൽ ഹുക്കുമുഹു, അതെ അർബത്തിയന്തലിക്കു. അപ്പോൾ അത്രയും പറഞ്ഞെന്താ വെച്ചാൽ, മാദി 4 അക്ഷരാണോ അത് റുബായി സുലാസി മസീദ് 3 മുസ്നി, അത് റുബായി മുജറദ്, അതിൻ്റെ മുദാരി ദൊമ്മായിരിക്കും മുദാറത്തിൻ്റെ അർഫിൽ. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? അത് 3 അക്ഷരങ്ങളായും ശരി, 5 അക്ഷരങ്ങളായാലും മാദിയിൽ, 6 അക്ഷരങ്ങളായും ശരി, അതിൻ്റെ മുദാറത്തിൽ എന്താ ഫത്ഹായിരിക്കും ഉണ്ടാവുക എന്നാ. ഇനി ഇതിപ്പോൾ അവല് പരിഗണിച്ച് ഇനി അടുത്ത് നോക്കാം. വഹുക്കുമുഹു, ഈ മുദാരിൻ്റെ ഹുക്കുമാകുന്നത് ബിഅ്തിബാരി ആഖിരിഹി, ആ മുദാരിൻ്റെ ആഖിറിനെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ഹുക്കുമ് അന്നഹു, തീർച്ചയായും മുദാരി താരത്തൻ ചിലപ്പോൾ എന്താകും, യുസക്കനു ആഖിറുഹു, അതിൻ്റെ ആഖിറിന് സുക്കൂൻ നൽകപ്പെടും. ആ സുക്കൂൻ എന്നാൽ ഏത് നിലക്ക? അലൽ ബിനാ അടിസ്ഥാനത്തില, മബ്നി എന്ന നിലക്ക സുക്കൂനാവുക. അതെപ്പോഴാ? വദാലിക്ക, അതെപ്പോഴാണത്? ഇദത്തസല്ല, മുദാരി ചേരുമ്പോഴാണ്. മഅൻ നൂനിൻ നിസ്വത്തി, നിസ്വത്തിൻ്റെ നൂനോടുകൂടെ. അത് എന്താ ഗായിബിലും ഹാദിറിലായിക്കോട്ടെ, നിസ്വത്തിൻ്റെ നൂനോടോ ഫീല മുദാരി ചേരുമ്പോഴാണ്. നഹ്വു ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗല് പോലെ, വൽ മുത്തല്ലഖാതു യതറബ്ബസ്ന, വൽ മുത്തല്ലഖാതു യതറബ്ബസ്ന, അതാ യതറബ്ബസ്ന, അവിടെ നൂൻ നിസ്വ ചേർന്നു, അതുകൊണ്ട് സുക്കൂനുൽ മബ്നിയാൻ. വൽ വാലിദാതു യുർദിഅന, അവിടെ
നൂൻ നിസ്വ ചേർന്ന് വന്നു, സുക്കൂൻ്റെ മബ്നിയാണ്. വമിൻഹു അതിൽപ്പെട്ടതാണ് ഖൗലുഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് ഇല്ലാ അൻ യഅഫൂന. ഈ യഅഫൂന എന്നുള്ളത് ഫഇന്ന വസ്നഹു അതിൻ്റെ വസ്നാകുന്നത് യഫ്ഉൽന. യഅഫൂന എന്നല്ല, അപ്പോൾ യഫ്ഉൽന. അപ്പോൾ ഇവിടെ ഇല്ല ഖൗലുഹു തആല എന്ന് പറഞ്ഞാൽ ഇല്ല യഅഫൂന എന്നുള്ളത് ഫഇന്ന വസ്നഹു തീർച്ചയായും ഇതിൻ്റെ വസ്ന യഫ്ഉൽന എന്നാണ്. അപ്പോൾ നൂനു നിസ്വയാണത്, അതെന്താണ് മബ്നിയാണ്. യഅഫൂന അസ്ലി യാഫൂന, അപ്പോൾ യഫ്ഉൽന അത് നൂനു നിസ്വാണ്, സുക്കൂൻ്റെ മബ്നിയാണ്. യാഫു അഫ യാഫു യാഫുവാനി യാഫൂന താഫു താഫുവാനി യാഫൂന എന്ന് വരും. ആ യാഫൂനാണ്. എന്നാൽ ബിഖിലാഫിഹി അതിനെതിരായിക്കൊണ്ട്, അഥവാ യാഫൂനക്കെതിരായിക്കൊണ്ട് അവിടെയുള്ള ഫി ഖൗലിക്ക നിൻ്റെ കൗലിലുള്ളതായ യാഫൂനക്കെതിരായിക്കൊണ്ട് അതെന്താ അർരിജാലു യാഫൂന എന്നുണ്ട്. ആ അർരിജാലു യാഫൂന എന്നുള്ള യാഫൂന ഈ യാഫൂന രണ്ടും വ്യത്യാസമുണ്ട്. ഈ യാഫൂന മുറബ, ഏത് അർരിജാലു യാഫൂന, കാരണം അത് നൂനു നിസ്വല്ല. ഫഇന്നഹു തീർച്ചയായും അത് ഐ യാഫൂന എന്ന് പറഞ്ഞാൽ അർരിജാലു യാഫൂന എന്ന് പറഞ്ഞ ഈ യാഫൂന ഫഇന്ന വസ്നഹു തീർച്ചയായും ഫഇന്നഹുലൊരു ഉണ്ടാവും ആവശ്യം. ഫഇന്ന വസ്നഹു തീർച്ചയായും ഈ യാഫൂനൻ്റെ വസ്ന, ഈ അർരിജാലു യാഫൂന എന്ന് പറഞ്ഞല്ലോ അതിൽ അതിനെക്കുറിച്ച് പറയാം. ഫഇന്ന വസ്നഹു തീർച്ചയായും ഈ അർരിജാലു യാഫൂന എന്ന് പറഞ്ഞാൽ യാഫൂനാൻ്റെ വസ്ന ആകുന്നത് അതെങ്ങനെ യഫ്ഊന. അപ്പോൾ ബിഹദ്ഫിൽ വാവി വാവിനെ കളഞ്ഞു പോയിട്ടുണ്ട് അവിടെ. അല്ലത്തി എങ്ങനത്തെ വാവാ ഹിയ ലാമുൽ ഫിഅലി ഫീലിൻ്റെ ലാം ഫീലാണത്. അപ്പോൾ ഫഹു മുഅറബുൻ അത് മുറബാണ്, അല്ലാണ്ട് ഇത് നൂനു നിസ്വല്ല. ഈ നൂൻ ഏത് നൂനായി ഈ പറഞ്ഞ അത് ഇറാബിൻ്റെ നൂനാണ്. ഹംസത്തുൽ ഖംസൽ നമ്മൾ പറയുന്ന ആ നൂനാണ്, അല്ലാണ്ട് നൂനു നിസ്വല്ലത്. അപ്പോൾ ഇതിൻ്റെ അസിൽ എങ്ങനെ വരിക? യാഫു യാഫുവാനി യാഫുവൂന എന്നാ ശരിക്കും അസിൽ, യാഫുവൂന. അപ്പോൾ വൂ എന്നുള്ളത് ലാം ഫീല്, പിന്നത്തെ വാവ് വാവുൽ ജമാ, പിന്നെ നൂന് ഇറാബിൻ്റെ നൂന് യഅഫുവൂന. അപ്പോൾ യഅഫുവൂ എന്ന് പറയും വാവിന് ദമ്മ സിഖലായി, അപ്പോൾ സിഖലിനെ ഹദ്ഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ലാംഫീലിൻ്റെ വാവും ലാംഫീലായ വാവും ദമീറിൻ്റെ വാവും തമ്മിൽ ഇൽത്തിഖാഉ സാക്കിനേനിയായി. അപ്പോൾ പിന്നെ ദമീറിനെ കളയൂല, മറ്റെന്തെന്നു ലാംഫീലിനെ കളഞ്ഞു. അതാണ് യഫ്ഊന, ലാം കിട്ടുക കണ്ടില്ല അവിടെ, അതാണ് യഫ്ഊന എന്നായത്. അല്ലാതെ ഇത് നൂൻ നിസ്വൻ്റെ നൂനല്ല. ഇപ്പോൾ ഇതുപോലെ നമ്മൾ യദു പറയുമ്പോൾ യദുവാനി യദുഊന അസ്ലി വാവ് ദമ്മു സിഖൽ കളഞ്ഞു, ഇൽത്തിഖാഉ സാക്കിനേനി ലാമുൽ ഫീൽ കളഞ്ഞു, അങ്ങനെ യദൂനായി. തദുവാനി യദുഊന പറയുന്നത് പോലെ ആ യദുഊന തദുവാനി യദുഊന എന്നുള്ളത് അതെന്താണ്? അത് നൂൻ നിസ്വ മബ്നിയാണ്. എന്നാൽ ആണുങ്ങളെ ജമ്മിൻ്റെ അടുത്ത് വന്നതോ അത് മുഅറബാണ്, അതാണ് ഫഹുവ മുഅറബുൻ എന്ന് പറഞ്ഞത്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി ഫത്ഹുൽ മബ്നിയാക്കുന്ന കോല പറയുന്നത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം മുദാരി തന്നെ 3 കോലത്തിലാണ്: സുക്കൂൻ്റെ മേൽ മബ്നി, അതേപോലെ തന്നെ ഫത്തിൻ്റെ മേൽ മബ്നി, അതല്ലാത്തത് മുഅറബ്. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.